സുഹൃത്തെ, കടബാധ്യതകൾ ഒട്ടുമിക്ക ആളുകളുടെ ജീവിതത്തെയും തളർത്തിക്കളയാറുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നതും കടം കൊണ്ട് തന്നെയായിരിക്കും. പലപ്പോഴും പല രീതിയിലാണ് ഒട്ടുമിക്ക ആളുകളും കടക്കാരനാകുന്നത്. ഇപ്പോഴുള്ള നല്ല വരുമാനമുള്ള ജോലി നഷ്ടപ്പെടുമ്പോഴോ അല്ലെങ്കിൽ നല്ല രീതിയിൽ പോയിരുന്ന ബിസിനസ് നഷ്ടത്തിലാകുമ്പോഴോ കടം വാങ്ങുന്നു. ചില സാഹചര്യങ്ങളിൽ സുഹൃത്തുക്കൾക്ക് വേണ്ടിയും മറ്റുള്ളവരെ സഹായിക്കുന്നതിനു വേണ്ടിയും കടം വരുത്തുന്നു. വീട്ടിൽ ആർക്കെങ്കിലും രോഗം വരുമ്പോഴോ പെട്ടെന്നൊരു ആക്സിഡൻറ്റ് എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ ആശുപത്രി ചെലവുകൾക്ക് വേണ്ടി ആരുടെയെങ്കിലും നിന്ന് കടം വാങ്ങുന്നു. ഇങ്ങനെ പെട്ടെന്നൊരു ആവശ്യം വരുമ്പോൾ എല്ലാവർക്കും കടം വാങ്ങേണ്ടി വരാറുണ്ട്. എന്നാൽ ഒരു മാസത്തെ വരവ് ചെലവുകൾ കഷ്ടിച്ച് കൂട്ടിമുട്ടുന്നവർക്ക് ഈ കടബാധ്യത വലിയൊരു തലവേദനയായിരിക്കും. പലപ്പോഴും നമ്മൾ പറഞ്ഞ് ഏറ്റ സമയത്ത് തന്നെ ആ പണം കൊടുത്ത് തീർക്കാൻ സാധിക്കാതെ വരുമ്പോൾ അതൊരു ബാധ്യതയായി മാറുന്നു. നിങ്ങളെ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന കടബാധ്യതകളിൽ നിന്ന് പൂർണ്ണമായും മുക്തി നേടി മനസ്സമാധാനം തിരികെ കൊണ്ടുവരാൻ ലളിതമായ 5 വഴികളുണ്ട്. ഈ വീഡിയോ പൂർണ്ണമായും കാണുക. കടബാധ്യതകളുമായി ബുദ്ധിമുട്ടുന്ന, സങ്കടപ്പെടുന്ന നിങ്ങളുടെ പ്രിയ സുഹൃത്തുക്കളുമായി ഈ വീഡിയോ ഇപ്പോൾ തന്നെ പങ്കുവയ്ക്കുക. സ്റ്റെപ്പ് നമ്പർ 1. ഏതായാലും കടബാധ്യത വന്നു. പക്ഷേ കടത്തെക്കുറിച്ച് എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ, കാണുന്നവരോടെല്ലാം കടബാധ്യതകളെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നാൽ ശ്രദ്ധിക്കുക, അത് വീണ്ടും വീണ്ടും കടം വാങ്ങിക്കാനുള്ള പ്രവണതയും കടത്തിനുള്ള വഴികളും നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതൊരു പ്രകൃതി നിയമമാണ്. നമ്മൾ എന്തിനെക്കുറിച്ചാണോ ഇങ്ങനെ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്, എപ്പോഴും എന്താണോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, അത് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നു. അതുകൊണ്ട് തന്നെ കടത്തിലേക്കുള്ള വഴികൾ വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കടം എന്ന വാക്ക് തന്നെ നമ്മുടെ ചിന്തകളിൽ നിന്നും സംസാരങ്ങളിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കുക. ഇനിയുള്ള ദിവസങ്ങളിൽ കടം എന്നുള്ള വാക്ക് തന്നെ കഴിവതും ഉപേക്ഷിക്കുക, പറയാതിരിക്കുക. ഇനി മുതൽ പറയേണ്ടത്, എനിക്ക് പണത്തിൻ്റെ ആവശ്യം വന്നപ്പോൾ എന്നെ കുറച്ചു പേർ സഹായിച്ചിട്ടുണ്ട്, ഈ തുക എത്രയും പെട്ടെന്ന് എനിക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കും എന്ന മനോഭാവത്തിലായിരിക്കണം എപ്പോഴും. കൂടുതൽ നേരം അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാതെ എൻ്റെ മുന്നിൽ എന്നെ സഹായിച്ചവരെ തിരിച്ച് സഹായിക്കാൻ ഒരു വഴി തെളിയും എന്ന രീതിയിൽ പൂർണ്ണ വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. മനസ്സുകൊണ്ട് സമ്പന്നനാകുമ്പോൾ മാത്രമാണ് മെറ്റീരിയലായി ധനവും പണവും ആഭരണങ്ങളും വസ്ത്രങ്ങളും എല്ലാം നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളിൽ വന്നു നിറയും. സ്റ്റെപ്പ് നമ്പർ 2. നമ്മൾ ഇപ്പോഴുള്ള കടത്തെക്കുറിച്ചോർത്ത് എത്രത്തോളം ടെൻഷൻ അടിക്കുന്നുവോ അത്രത്തോളം കടം വീണ്ടും നമ്മിലേക്ക് വീണ്ടും അട്രാക്റ്റ് ചെയ്യപ്പെടും, ആകർഷിക്കപ്പെടും എന്ന പ്രാപഞ്ചിക നിയമം എപ്പോഴും ഓർക്കുക. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അഥവാ ഉപബോധ മനസ്സ് നമ്മൾ ചിന്തിക്കുന്ന കാര്യത്തിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യപ്പെടും. ഇനി ഈ നിമിഷം മുതൽ സമ്പത്തിനെ കുറിച്ച് ചിന്തിക്കുക. ഞാൻ ആഗ്രഹിക്കുന്ന പണം പല വ്യക്തികളിലൂടെ, സാഹചര്യങ്ങളിലൂടെ, സന്ദർഭങ്ങളിലൂടെ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന അഫർമേഷൻ നെഞ്ചിൽ കൈവച്ച് പൂർണ്ണ വിശ്വാസത്തോടെ സമയം കിട്ടുമ്പോഴെല്ലാം പ്രാക്ടീസ് ചെയ്യുക. എൻ്റെ ഇപ്പോഴുള്ള വരുമാന സ്രോതസ്സ് പല മടങ്ങായി വർദ്ധിക്കുന്നതായി, നമ്മളെ പണം തന്ന് സഹായിച്ച ആളുകൾക്ക് പണം തിരിച്ചു കൊടുക്കാൻ സാധിച്ചതിൽ നന്ദി പറയുക. ആ എൻഡ് റിസൾട്ട് പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഫീൽ ചെയ്ത് നന്നായി വിഷ്വലൈസ് ചെയ്യുക. കടബാധ്യതകളെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കരുത്. നമ്മളിലേക്ക് ഒഴുകാൻ തയ്യാറായി നിൽക്കുന്ന സമ്പത്തിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. ഇനി സ്റ്റെപ്പ് നമ്പർ 3. നമുക്കുള്ള കടത്തിൻ്റെ കൃത്യമായ കണക്കുണ്ടെങ്കിൽ മാത്രമേ കടം പൂർണ്ണമായും തീർക്കാൻ സാധിക്കുകയുള്ളൂ. കൃത്യമായ കണക്കെന്ന് പറയുമ്പോൾ കടം ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നിവയെക്കുറിച്ചാണ്. ബാങ്ക് ലോൺ,
കാർ ലോൺ, ഗോൾഡ് ലോൺ, മറ്റുള്ളവരിൽ നിന്ന് സ്വകാര്യമായി വാങ്ങിയവ, ബ്ലേഡ് പലിശ കടം, ക്രെഡിറ്റ് കാർഡ്, EMI തുടങ്ങിയവ കൃത്യമായി കണക്കാക്കി ഒരു മാസം എത്ര രൂപ ഇവയ്ക്ക് വേണ്ടി ആവശ്യമായി വരുന്നത് എന്ന് കണക്കാക്കുക. ഇനി ഒരു മാസം എത്ര രൂപ നമുക്ക് വരുമാനമുണ്ട് എന്ന് കൃത്യമായി കണക്കാക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഇപ്പോൾ ഉള്ള വരുമാനം ഉപയോഗിച്ച് എത്ര കാലം കൊണ്ട് കടം തീർക്കാൻ സാധിക്കും എന്നുള്ളത്. സ്റ്റെപ്പ് നമ്പർ 4. ഇന്ന് മുതൽ ഓരോ ദിവസവും നമ്മൾ ചെലവാക്കുന്ന പണം എന്തിനു വേണ്ടിയാണ്, ഓരോ രൂപയും ഞാൻ ചെലവാക്കുന്നത് എന്ന് ഉറങ്ങുന്നതിന് മുന്നേ എഴുതി വച്ചിരിക്കണം. അതോടൊപ്പം കടം കൊടുക്കാനുള്ള വ്യക്തികൾ നിങ്ങളെ വിളിക്കുമ്പോൾ അവരുടെ ഫോൺ എടുക്കുക, അവരോട് കാര്യങ്ങൾ സംസാരിക്കുക. ഒരിക്കലും അവർ നിങ്ങളെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാതിരിക്കുകയോ മുങ്ങി നടക്കുകയോ ചെയ്യരുത്. നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ ഒരു ആപത്തിൽ പണം തന്ന് സഹായിച്ചവരാണ് അവർ. ഒരിക്കലും അവരുടെ ശാപവാക്കുകൾക്ക് വഴിയൊരുക്കരുത്. അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് പണം തിരിച്ചു നൽകാൻ സാധിക്കുന്ന തീയതി തന്നെ പറയുക. പറഞ്ഞ സമയത്തിന് മുന്നേ തന്നെ പണം തിരിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. ഒരുപക്ഷെ ഇപ്പോഴുള്ള വരുമാനം കൊണ്ട് തീർക്കാൻ സാധിക്കില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല, പരിഹാരമുണ്ട്. നിങ്ങളുടെ വരുമാനം എത്ര വർദ്ധിപ്പിച്ചാൽ കടം തീർക്കാൻ സാധിക്കും എന്ന് കണക്കാക്കുക. അതിനുശേഷം ഇപ്പോഴുള്ള ജോലിയേക്കാളും കൂടുതൽ വരുമാനമുള്ള ജോലി കണ്ടെത്തുകയോ അല്ലെങ്കിൽ നിലവിലുള്ള ജോലിയോടൊപ്പം ഒരു അധിക വരുമാനം ലഭിക്കുന്ന ചെറിയ വഴികൾ കണ്ടെത്തുകയോ ചെയ്യണം. കഠിനമായി ശ്രമിച്ചാൽ നിങ്ങൾക്കും സാധിക്കും. ഇത്രയും ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ചെലവുകൾ പരമാവധി കുറയ്ക്കുക. അതിലൂടെ കടം വീട്ടാൻ എത്ര രൂപ ലഭിക്കും എന്ന് നോക്കുക. അതിനുശേഷം പിന്നെയും എത്ര രൂപ ആവശ്യമാണ് എന്ന് കൂട്ടി നോക്കുക. അതിനുവേണ്ടി ബാധ്യതകൾ ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. കടക്കാരനായ ഒരാൾക്ക് കാറുള്ളത് മുതൽ സുഹൃത്തിൻ്റെ കല്യാണത്തിന് പുതിയ ഡ്രസ് വാങ്ങുന്നതും തട്ടുകടയിൽ നിന്ന് ചായ കുടിക്കുന്നത് വരെ ഒരു ബാധ്യതയായി കരുതുക. എല്ലാം ഉണ്ടായിട്ട് വീട്ടുമുറ്റത്ത് കടം കൊടുത്തയാൾ വരുന്നതിലും നാണക്കേട് മറ്റൊന്നുമില്ല എന്ന് ഓർക്കുക. അത് ബാങ്കിൽ നിന്നായാലും വട്ടിപ്പലിശക്കാരനായാലും. നമ്പർ 5. നമുക്ക് ഇപ്പോൾ എത്രമാത്രം കടമുണ്ട് എന്ന തിരിച്ചറിവുണ്ടായാൽ അവ ഒഴിവാക്കാനുള്ള മനസ്സ് ഉണ്ടാക്കിയെടുക്കുക. കഴിയുമെങ്കിൽ എല്ലാ കടങ്ങളും ഒരുമിച്ചാക്കി ബാങ്ക് ലോൺ പോലെ ഒറ്റ കടമാക്കി മാസാമാസം അടച്ചു തീർക്കാൻ ശ്രമിച്ചാൽ മനസമാധാനം കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ കടബാധ്യത തീരുവാൻ ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വരും. അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് കടം കൊടുക്കേണ്ടത്, പലിശ കൂടിയ കടം ഏതൊക്കെയാണ്, കുറഞ്ഞവ ഏതൊക്കെ എന്ന് മനസ്സിലാക്കുക. അതുപോലെ ചെറിയ തുക കൊടുക്കാനുള്ളവ മുതൽ വലിയ കടങ്ങൾ ഉള്ളതിനെ ക്രമപ്പെടുത്തുക. ചെറിയ കടങ്ങൾ ആദ്യം കൊടുക്കാൻ ശ്രമിച്ചാൽ കടം തീർക്കാനുള്ള ആത്മവിശ്വാസം കൂട്ടാൻ നിങ്ങൾക്ക് സാധിക്കും. അല്ലെങ്കിൽ പലിശ കൂടിയ ബ്ലേഡ് കടങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ കടത്തിൻ്റെ വ്യാപ്തി കുറയ്ക്കാൻ സഹായിക്കും. ഇതിൽ ഏത് ഓപ്ഷൻ വേണമെങ്കിലും തിരഞ്ഞെടുക്കുക. ഇത്തരത്തിൽ കടം തീർക്കാൻ ഒരു സമയപരിധി സ്വയം ഉണ്ടാക്കുക. 5 വർഷമോ 10 വർഷമോ കൊണ്ട് കടം പൂർണ്ണമായും ഒഴിവാക്കുന്നതുവരെ അത്യാവശ്യങ്ങൾ ഒഴിച്ച് ഒന്നിനും പൈസ ഉപയോഗിക്കില്ലെന്ന് മനസ്സിൽ ദൃഢനിശ്ചയം എടുക്കുക. തുടർന്ന് ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ ശ്രമിക്കുക. ക്ഷമയോടെ ഈ രീതിയിൽ കടം പൂർണ്ണമായും ഒഴിവാക്കിയാൽ പിന്നെ സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യത്തിലേക്ക് ചുവടുമാറ്റുക. അതോടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് സമ്പാദിക്കാനും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാനും സാധിക്കും. അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ കടബാധ്യത വേട്ടയാടുകയും സമ്പാദ്യം, നിക്ഷേപം എന്നിവ എന്തെന്നുപോലും അറിയാതെ ജീവിക്കാനും ഒരു ജോലിയിൽ തന്നെ ജീവിതകാലം മുഴുവൻ ആയിരിക്കാനും ഇടയാകും. അതിനാൽ കടങ്ങൾ തീർക്കുമെന്ന ഉറച്ച തീരുമാനമെടുക്കുകയും അതിനുവേണ്ടി മനസ്സിനെ പാകപ്പെടുത്തുകയും ചെയ്യുക. സാമ്പത്തിക സ്വാതന്ത്ര്യം നിങ്ങളെ തേടി വരും.